ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ ജനത്തിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നിങ്ങളുമായ ഒരു ചിന്ത ഞാൻ പങ്കുവയ്ക്കാം. നമ്മുടെ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ അറിയിപ്പ് ലഭിച്ചത് ആട്ടിടയർക്കാണ്. കർത്താവിൻ്റെ ജനന സമയത്ത് പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ഔസേപിതാവിനോടും പൂജ്യ രാജാക്കന്മാരോടൊപ്പം ആയിരിക്കാൻ ദൈവത്താൽ പ്രത്യേകം വിളി ലഭിച്ചവരാണവർ. എത്ര ഭാഗ്യമാണല്ലേ നമ്മുടെ കർത്താവിൻ്റെ ജനനസമയത്ത് അവിടെ ആയിരിക്കുക എന്നുള്ളത്. ആ ദേശത്ത് ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നിട്ട് പോലും ദൈവം അവരെ മാത്രമാണ് തിരഞ്ഞെടുത്തത് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അവരുടെ പ്രത്യേകത മനസ്സിലാകുന്നത്. നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതെ, ഈ ആട്ടിടയർക്ക് ഹൃദയശുദ്ധത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ദൈവം അവരെ മാത്രം തിരഞ്ഞെടുത്തത്. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയില്ലെന്ന്. നമ്മളെല്ലാവരും ആയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിശുദ്ധി അപകരിക്കാൻ തക്കം പാർത്തിരിക്കുന്ന അനേകം കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഈ സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് വിശുദ്ധിയെ അജയമായി പരിചയമായിട്ടെടുക്കാം. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയെ അർപ്പിക്കണമെന്നാണ്. കാരണം ദൈവാത്മാവ് നമ്മൾ വസിക്കുന്നു, നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മളെല്ലാവരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ യുഗത്തിൽ, ഈ ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിൽ നമ്മളെപ്പോലെ ഒരാളായി ജീവിച്ച് തൻ്റെ ചുറ്റുമുണ്ടായ സാധ്യതകളെ വിശുദ്ധമായി കൈകാര്യം ചെയ്ത് നമ്മൾ ഓരോരുത്തർക്കും വെല്ലുവിളി ഉയർത്തുന്ന കാർലോ അക്വിറ്റസിനെ പോലെ ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ വിശുദ്ധരായി മാറാൻ നമുക്ക് ശ്രമിക്കാം. പാട്ടുപാടിയും ഡാൻസ് കളിച്ചും കൂട്ടുകൂടിയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും രാജകുമാരനായ ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നമുക്ക് കൈമാറാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നേരുന്നു. പ്രൈസ് ഗോഡ്.